ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ കൂൺപുര. ഇതൊരു പുതിയ ബെഡാണ്. കണ്ടോ, മുകളങ്ങൾ വരുന്നത് കണ്ടോ? ഇവിടെയാണ് കൂൺ ഇങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. ഇത് പഴയൊരു ബെഡാണ്. ഉണ്ടായി തീർന്നതിനകത്ത് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നതാണ്. ഇതൊരു ബെഡ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കൂണുണ്ടായി വരുന്നത്. നമുക്കിന്ന് 2-3 കഷ്ണം കൂണെടുത്തിട്ട്, ഇത്രയോ കൂണൊന്നും വേണ്ട, ഇന്ന് 1-2 എടുത്തിട്ട് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ മൂന്നെണ്ണം അടർത്തി എടുക്കുകയാണേ. ഇതിൻ്റെ അകത്ത് 3 എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ 2ആയിട്ട് മുറിച്ചു. ഒരു കൂൺ നീളമുള്ളതാണ്, അത് വട്ടം ഒന്ന് മുറിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പിച്ചി എടുത്താൽ മതി. വേറെ പിച്ചാത്തി കൊണ്ടോ ഒന്നും അരിയേണ്ട ആവശ്യമൊന്നും. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കീറി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്ക് കൂണിങ്ങനെ കീറി എടുത്തു വയ്ക്കാം. അത് എത്രത്തോളം നൈസാകുന്നോ അത്രത്തോളം ടേസ്റ്റ് ആവുകയും ചെയ്യും. കൂണ് കഴുകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ ബെഡിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അത് നിലത്ത് വീഴുന്നില്ല, പ്രാണികൾ കയറുന്നില്ല, ഒരു ഇൻഫെക്ഷൻ അങ്ങനെയൊന്നും വരാത്തതുകൊണ്ട് ശരിക്കും ഒരു നാച്ചുറൽ ഫുഡ്. അപ്പോൾ കൂൺ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 2 വലിയ സവാള കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 2 തണ്ട് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 ഉരുളൻ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് പുഴുങ്ങി ഉരുളൻ കിഴങ്ങാണേ. ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവട്ടെ. അതിലേക്ക് ഇഞ്ചി അരിഞ്ഞതോ ചതച്ചതോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. സവാള ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് എരിവിനുള്ള കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ പച്ചമുളകോ വേറൊന്നും ചേർക്കുന്നില്ല. ഒരല്പം കുരുമുളക് പൊടി, അല്പമല്ല, ഒരു 1-1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്ലേവറിന് വേണ്ടി അല്പം ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കൂൺ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂണായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ഈ സവാളയിലും അതിലൊക്കെയുള്ള മസാലകളെല്ലാം കൂടി കൂണിലേക്ക് പിടിക്കണം. അത് കണക്കാക്കിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട്, അപ്പോൾ ഉപ്പൊക്കെ കയറി പിടിക്കേണ്ടതല്ലേ, നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, കട്ട്ലറ്റ് അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒരു ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ആ സമയത്ത് തന്നെ നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. അത് ഒരു ഗ്ലാസിൻ്റെ മൂട് കൊണ്ടോ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊടിച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ആ സമയത്ത് കൂണ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം. ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടി നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്ക് കൂണിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് കൂണിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടിനി ഇളക്കി, ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേറെ ചേർക്കാനില്ലല്ലോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച ശേഷം അതിനകത്തേക്ക് മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. മല്ലിയില കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് യോജിപ്പിക്കാം. അതേപോലെ തന്നെ തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ ഇതുപോലെ പൊട്ടറ്റോ മാഷ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ടോ നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തീയൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഗ്ലാസ് കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചു. ഇനി ഉരുളകളാക്കി പരത്തി വെച്ചു. എല്ലാം എളുപ്പമൊന്ന് ചെയ്യാം. നമുക്ക് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയിൽ മുക്കി
ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കുക. ഒരിക്കലും ആ കൈ കൊണ്ട് തന്നെ റസ്ക് പൊടിയിലിട്ട് ഇളക്കരുത്. ഒന്നെങ്കിൽ വലത് കൈ കൊണ്ട് മുക്കി ഇടത് കൊണ്ട് ഉരുട്ടുക, അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടുകൂടി ചെയ്യുക. അല്ലെങ്കിൽ മുട്ടയിൽ മുക്കി മാത്രം മാറ്റി വെച്ചിട്ട് റസ്ക് പൊടി മുക്കി പെട്ടെന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ റസ്ക് പൊടി ചീത്തയാവാതെ, അതായത് മുട്ടമയം വീഴാതെ നന്നിട്ട്, അല്ലെങ്കിൽ ഒത്തിരി മുട്ട വന്ന് റസ്ക് പൊടിയിൽ വീണിട്ട് അവിടെ ഒത്തിരി കട്ട കെട്ടി നമുക്ക് ഒത്തിരി സ്പോയിലാവും. നമ്മുടെ കയ്യിലൊക്കെ ഈ റസ്ക് പൊടി പറ്റി ഒത്തിരി സ്പോയിലാവും, നഷ്ടപ്പെടും നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ മൊത്തം നമുക്ക് ഒന്ന് മുട്ടയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് വറുത്ത് വരാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 4-5 എണ്ണം വരെ നമുക്ക് നിരത്തിയിട്ട് വറുത്ത് വരാം. എപ്പോഴും മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. എണ്ണ കുടിക്കാതിരിക്കും, ഒരെണ്ണം പോലും പൊട്ടിപ്പോവാതെ കിട്ടും. ഞാനിപ്പം എണ്ണ ഒരല്പം കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത്. പാനിലാണ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ഒഴിച്ചിരിക്കുന്നത്. ചീനിച്ചട്ടിലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് എണ്ണ ഒഴിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 5-6 ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല ഗോൾഡൻ ബ്രൗൺ ആയ ശേഷം നമുക്ക് അത് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മഷ്റൂം കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ കടയിൽ അവൈലബിൾ ആണ് മഷ്റൂമൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക മഷ്റൂമിൻ്റെ കട്ട്ലറ്റ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.